പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ രാഷ്ട്രീയം സംസാരിക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ എന്നാലും ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആ, ഇപ്പോൾ ഇലക്ഷൻ സമയം അടുത്ത് വരികയാണ്. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ ഉടനെ ഉണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ ഒരുവിധം എല്ലായിടത്തും പ്രഖ്യാപിതമായി കഴിഞ്ഞു. പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അത് നിയമസഭാ ഇലക്ഷന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനായാലും നിയമസഭാ ഇലക്ഷനായാലും കോർപ്പറേഷനിൽ നടക്കുന്ന ഇലക്ഷനായാലും പഞ്ചായത്ത് ഇലക്ഷനും കോർപ്പറേറ്റീവ് ഇലക്ഷനും എല്ലാം ഒന്നിച്ച് തന്നെയാണ്. ഇതിലേതായാലും നമ്മൾ ഒരിക്കലും രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? ഏ ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഇവരെന്ത് തന്തയില്ലാത്തരം കാണിച്ചാലും നമ്മൾ രാഷ്ട്രീയം നോക്കി പിന്നെ അവർക്ക് തന്നെ കുത്തുമെന്നൊരു വിചാരമുണ്ട്. ആ ഒരു നിലപാടിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഭരിച്ച് കുട്ടിച്ചോറാക്കിയ മുന്നണിയുണ്ട്. അതിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഭരിച്ച് കുട്ടിച്ചോറാക്കിയത് അവർ വേറെയുമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആര് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നോ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട്. കരിവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, അതുപോലെ തന്നെ ഇപ്പം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പാവപ്പെട്ട വ്യക്തിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവം, പിന്നെ 45,000 രൂപയുടെ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനുള്ള പൈസ ഇല്ലാതെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ സംഭവം, അത് ചിന്തിക്കുക. ഓരോരോ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുക. വോട്ട് ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ അവകാശമാണ്. അത് വോട്ട് ചെയ്യാതിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഗുണമുള്ളവർക്ക് നോക്കി ചെയ്യുക. സുരേഷ് ഗോപിയെ പലരും കുറ്റം പറയുന്നുണ്ട്. തമ്പ്രാനാണെന്നും അവരാണെന്നും ഇവരാണെന്നും ഒക്കെ വിളിച്ച്. പക്ഷേ പാവപ്പെട്ടവർക്ക് വേണ്ടി സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള അത്രയും കാര്യങ്ങൾ എൻ്റെ അറിവിൽ ഈ പറയുന്നവരാരും ചെയ്തിട്ടില്ല. എന്തായാലും കടക്ക് പുറത്തൊന്നും പുള്ളി ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ കലിംഗ സംവാദത്തിൽ നടത്തുന്ന പല വാഗ്ദാനങ്ങളും പുള്ളി ഇപ്പോഴും പാലിച്ചു കൊടുക്കുന്നുമുണ്ട്. പിന്നെ പുള്ളിയുടെ മരിച്ചുപോയ മകളുടെ പേരിൽ നിന്നുള്ള ട്രസ്റ്റിൽ നിന്ന് എടുത്ത പൈസ കൊണ്ടുവന്ന് ശക്തൻ മാർക്കറ്റ് നവീകരണം നടത്തിയ വ്യക്തിയാണ് പുള്ളി. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. അതിന് പുള്ളി മാത്രം പോരാ, കേരളത്തിൽ BJPക്ക് MLA മാരും ഉണ്ടാവണം. അതിനുള്ള അവസരങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികൾ കേരളത്തിലേക്ക് വരുത്താൻ സുരേഷ് ഗോപിയുണ്ട്. പക്ഷേ സുരേഷ് ഗോപിക്ക് പിന്തുണയായിട്ട് കേരളത്തിൽ ആരുമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് പിന്തുണയായിട്ട് BJPക്ക് ഒരു MLA എങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.